ഹായ്. നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കും, ജസ്റ്റ് ഒരു റാൻഡംലി ഒരു പേജ് എടുക്കും, അതിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വായിക്കും. അപ്പൊ ഞാൻ ഇന്നലെ വായിച്ചത് ഈ ഒരു പുസ്തകമാണ്, സ്വയം അറിയാം സ്വയം വളരാം, എഴുതിയത് അജി മാത്യു കോളൂത്തറ. അപ്പൊ ആ പേജ് ഞാൻ ഇന്നലെ എടുത്ത് വായിച്ച പേജിൽ ഒരു കഥയുണ്ടായിരുന്നു. ആ കഥ എന്താണെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് ഒരു കർഷകൻ പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് അടുത്തിരുന്ന ഏതോ ഒരു മരത്തിന്റെ താഴെ നിന്നും ഏതോ ഒരു കിളിരുന്ന ഒരു ശബ്ദം, കരച്ചിൽ കേട്ടു. അപ്പൊ ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു പരുന്തിന്റെ കുഞ്ഞായിരുന്നു അത്. ഒരു പരുന്തിന്റെ കുഞ്ഞായിരുന്നു. അപ്പൊ അയ്യോ പാവം തോന്നിയിട്ട് എന്തായാലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ പരുന്തിൻ കുഞ്ഞിനെ എടുത്ത് തന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഓൾറെഡി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, ആ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വളർത്താൻ വിട്ടു. അപ്പൊ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് ഈ പരുന്തും കുഞ്ഞും ഇണയായി ഫ്രണ്ട്സ് ആയ പോലെ അവിടെ തന്നെ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന ഫുഡെല്ലാം പെറുക്കി തിന്ന് ഇടപിടിച്ച് അങ്ങനെ ജീവിച്ചു പോയി. എന്തെങ്കിലും പെട്ടെന്നൊരു സമയത്ത് ഏതെങ്കിലും പരുന്ത് പറന്ന് ഇതിനെ റാഞ്ചി പോകുന്ന പോലെ വരികയാണെങ്കിൽ കൂടെ ഓടിപ്പോയി അമ്മ കോഴിക്കുഞ്ഞിന്റെ താഴെ പോയിട്ട് ഒളിച്ചിരിക്കും അത്രേ. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കുഞ്ഞിന്റെ കൂടെ വളരുന്നതുകൊണ്ട് പരുന്തിന് കോഴിക്കുഞ്ഞ് തന്നെയാണ് താനും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു പ്രകൃതി സ്നേഹി ആ വഴിക്ക് വന്നപ്പോ ഈ കർഷകന്റെ വീട് കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ട് ഇത് കണ്ടത്. എന്താ അത് പരുന്തും കോഴിക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താ അങ്ങനെ വിചാരിച്ചു. കാര്യമൊക്കെ തിരക്കിയ ശേഷം ഈ പ്രകൃതി സ്നേഹി എന്ത് വിചാരിച്ചു, നമുക്ക് ഈ പരുന്തും കുഞ്ഞും കൊണ്ടുപോയിട്ട് ഒരു പറക്കാൻ ശ്രമിക്കാം, നോക്കാമെന്ന് വിചാരിച്ച് പോയി. അപ്പൊ അവരോട് ചോദിച്ച ശേഷം പരുന്തിനെ എടുത്ത് ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഒരു പാറയുടെ മുകളിൽ കയറിയ ശേഷം പരുന്തിനോട് പറഞ്ഞു, നീ പറക്കാൻ വിട്ടു, നിനക്ക് നീ പറന്നു പോവാന്ന് പറഞ്ഞിട്ട് പറത്തി വിട്ടു. കുറച്ചു ദൂരം പറന്നതും വേഗം തിരിച്ചു വന്നിട്ട് കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ വീണ്ടും ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം പ്രകൃതി സ്നേഹി അവിടേക്ക് തന്നെ വന്നു. വീണ്ടും ആ പരുന്തിനെ എടുത്തു ഒരു പാറയുടെ മുകളിൽ കയറിയ ശേഷം അതിനോട് പറഞ്ഞു, നിനക്ക് ഉയരത്തിൽ പറക്കാനാവും, നീ പറക്കുക, ഇവിടെ അങ്ങനെ കോഴിയെ പോലെ അല്ല നീ നിൽക്കേണ്ടത്, നീ പറന്നു പോവുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു വിട്ടു. അപ്പോഴെന്തായി, ഇതേപോലെ തന്നെ അത് കുറച്ചു ദൂരം പറന്ന് വീണ്ടും കോഴിക്കുഞ്ഞിന്റെ അടുത്ത് തന്നെ പോയി നിന്നു. അപ്പൊ ഈ പ്രകൃതി സ്നേഹിക്ക് എന്ത് തോന്നി, ഇതിങ്ങനെ അല്ലല്ലോ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും എടുത്ത് ഉയരത്തിൽ പിടിച്ച് ആകാശത്തേക്ക് കാണിച്ച് ആ സമയത്ത് കുറെ പരുന്തുകൾ പറന്നു പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ അവരെ പോലെ പരുന്താണ്, നിനക്ക് ഉയരത്തിൽ പറക്കാനാവും, നീ ഉയർന്ന് പറന്നു പോവുക തന്നെ ചെയ്യണം, നീ പറക്കുക എന്ന് പറഞ്ഞ് പറത്തി വിട്ടു. ഈ സമയത്ത് ആ പരുന്ത് ആ ഉയരത്തിൽ പറക്കുന്ന മറ്റു പരുന്തുകളെ കണ്ടിട്ട് ഒരു ആത്മവിശ്വാസം ഉള്ളില് ഉണ്ടായി. എന്നിട്ടത് മനസ്സിലായി, തനിക്കും ഇതുപോലെ പറക്കാനാവും എന്ന് വിചാരിച്ച് ഉയരത്തിൽ അങ്ങനെ പറന്നുപോയി. അപ്പൊ ഈ ഒരു സ്റ്റോറിയില് 3 സന്ദർഭങ്ങളുണ്ട്. ഒന്നാമത്തെ കേസില് ഈ പരുന്തിന്റെ കുഞ്ഞ്, ആ കുഞ്ഞു പരുന്ത് മറ്റ് കോഴികളാണ്, ഞാനും കോഴിക്കുഞ്ഞിനെയാണെന്ന് വിചാരിച്ചിട്ട് വളർന്നു വരുന്ന സാഹചര്യം. ആ സമയത്ത് സ്വന്തം കഴിവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, താൻ ആരാണെന്ന ഐഡന്റിറ്റി പോലും മനസ്സിലായിട്ടില്ല. ആ ഒരു സ്റ്റേജസ് ആണ് നമ്മുടെ ലൈഫിലും, അങ്ങനെ ഒരു സ്റ്റേജസ് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ സീൻ ഇതാണ്. ഒരു പ്രകൃതി സ്നേഹി ആ ഭാഗത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ ഒരു പരുന്തിന്റെ റിയൽ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നു. അതിന്റെ യഥാർത്ഥ കഴിവുകൾ അതിനെ മനസ്സിലാവാത്തതാണ് പ്രശ്നമെന്ന് വിചാരിച്ച് അതിനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാം. നമ്മുടെ പാരന്റ്സ് ആവാം, നമ്മുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരാവാം, ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആവാം, ചിലപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയാവാം. ഇങ്ങനെ ഇവര് വന്ന ശേഷം അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പരുന്തിനോട് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ നമ്മളോടും പറയാം, നിന്റെ കഴിവുകൾ ഇതല്ല, നിനക്ക് ഇതിനേക്കാൾ കഴിവുകളുണ്ട്, നീ ഇങ്ങനെ നിൽക്കേണ്ടതല്ല, നീ അതിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ഇതുപോലെ തന്നുകൊണ്ടേയിരിക്കാം. എപ്പോഴും ആ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല. ചിലർ ഈ പ്രകൃതി സ്നേഹിയെ പോലെ ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടായിരിക്കുന്ന വ്യക്തികളും ആവില്ല. നല്ല വ്യക്തികളാണെങ്കിൽ ഇവരത് എത്തുന്നത് വരെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. മൂന്നാമത്തെ സീൻ, ആ പരുന്തിനെ കണ്ടിട്ട്, മറ്റു പരുന്തുകളെ കണ്ടിട്ട് ആത്മവിശ്വാസത്തോടെ പറക്കുന്ന നമ്മുടെ ഈ കുഞ്ഞു പരുന്താണ്. ആ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ ഉയരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ലെവൽ അച്ചീവ് ചെയ്ത ചില ആൾക്കാരെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ ഒരു
റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നത്. അപ്പൊ നമ്മളും ആ ഒരു പരുന്ത് കുഞ്ഞു പോലെ ആയിരിക്കാം. നമുക്കും ചില പ്രകൃതി സ്നേഹികൾ വന്നിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ ഒരു ഉയരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സ്റ്റോറി എനിക്ക് വളരെ നന്നായി തോന്നി. ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ചില വരികൾ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തന്നെ തോന്നും. അപ്പോൾ അത്തരം ചില കഥകളുമായിട്ട് ഇനിയും അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ താങ്ക് യു, ബൈ. Knowing yourself is the beginning of all wisdom. Thank you.